ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവർ എനർജിയും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ഒരു ട്രൂ ഫീലിങ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ട്രൂ ഫീലിങ്സ് എന്താണ്? നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ കാർഡ് കിങ് ഓഫ് കപ്സ് ആണ്. ഒത്തിരി സ്നേഹം ആ വ്യക്തി ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തി അതൊക്കെ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് ഇതുവരെ ആ സ്നേഹം മുഴുവനും പ്രകടമാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഇടയ്ക്കെങ്കിലും ഒരു പിണക്കവും ഉണ്ടായിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസവും തമ്മിൽ തർക്കങ്ങളും ഉണ്ടായി കാണാം. പക്ഷെ ഇടയ്ക്ക് വെച്ച് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആ വ്യക്തി ഉള്ളത് ഏതോ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാൻ പറ്റാത്ത വിധം അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ചിലപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം ഉണ്ടാവുക. എന്നാൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നത് അവരുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ്. അവരുടെ ജീവിതത്തിലെ ഒരു പങ്കാളിയായി നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടാവാം. അവരുടെ ഒരു ട്രൂ ഫീലിംഗ് ആണത്. ഒത്തിരി സ്നേഹം നിങ്ങളോട് സൂക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരുവാൻ എന്തോ ഒരു തടസ്സം ആ വ്യക്തിക്കുണ്ട്. അത് ആ വ്യക്തിയെ ഒത്തിരി വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. നിങ്ങൾ രണ്ടുപേരും കൂടുമ്പോൾ നിങ്ങൾക്ക് അത്രയും അധികം സന്തോഷം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണമെന്ന് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനി നമുക്കൊരു ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് പേജ് ഓഫ് പെറ്റക്കിൾസ് ആണ്. നിങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.